ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. എൻ്റെ നാട്ടിൽ ഈ മീനിനെ മുള്ളൻ മീൻ എന്ന് പറയാറ്. ഫുള്ള് മുള്ളാണ്, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ഫസ്റ്റ് നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം. നല്ല സുന്ദരി മീനാണ്. ഒരു മൺചട്ടി എടുത്ത് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് തിളക്കാൻ വെക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, ഇതിൽ സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ കറിയിലേക്ക് പുളിയാണ് ചേർത്തത്, നിങ്ങൾക്ക് പുളീൻ്റെ വെള്ളം വേണേൽ ചേർക്കാം. കറിയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്തു. കറി നല്ലോണം തിളക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ മാത്രമാണ് മീൻ ചേർക്കേണ്ടത്. മീൻ നന്നായി ഉപ്പും മഞ്ഞളും ചേർത്ത് കഴുകി വെച്ചതാണ്. കറി തിളച്ച് വരുമ്പോൾ കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും. അത്ര വേവൊന്നുമില്ല ഈ മീനിന്, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ, ബാക്കി ഞാൻ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കറിയിലേക്ക് മീനെല്ലാം ചേർത്ത് കറീൻ്റെ പാകം ഒന്ന് നോക്കണം. ഉപ്പ്, പുളി, എരിവ് എല്ലാം ഓക്കെ ആണെങ്കിൽ അതിലത്തേക്ക് കറിവേപ്പില ചേർത്ത് കറി അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് മതിയാവും. കറി ഒന്ന് തിളച്ച് മീനൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മീൻ ഫ്രൈ ആക്കാനുള്ളത് നോക്കാം. അതുകൂടാതെ കറിയിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളി ചതച്ചും കൂടി ചേർക്കാനുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കാനുള്ളത് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത്, ഞാൻ കയ്യിലാണ് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു സ്പൂൺ ഉപയോഗിക്കാം. കയ്യിലാക്കുന്നതിന് സ്റ്റാൻഡേർഡ് കുറവെന്ന് എൻ്റെ മകൾ പറഞ്ഞു. മീൻ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണയിലാക്കുമ്പോഴാണ്. മീൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി പൊരിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ കറി അവിടെ റെഡിയായി കാണും. അതിലത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം കറിയുടെ ഉപ്പൊന്ന് നോക്കണം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ മീനൊന്ന് വെന്തിനോ ഒന്ന് നോക്കണം. കയ്യിലുപയോഗിച്ച് ജാസ്തി ഇളക്കാൻ പാടില്ല, മീൻ കലങ്ങിപ്പോവും. മീൻ വെന്ത് കറി റെഡിയായ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലത്തേക്ക് നല്ല വെളിച്ചെണ്ണ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. കറി ഒന്ന് തണുത്ത ശേഷം നല്ല വെന്ത ചൂട് ചോറ് കൂടെ മീൻ ഫ്രൈയും കൂട്ടി കുഴച്ച് കഴിക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും. താങ്ക് യു ഫോർ വാച്ചിങ്.